ഓഫർ തട്ടിപ്പിൽ കണ്ണൂരിൽ പോലീസ് റെയ്ഡ്. കണ്ണൂർ സീഡ് സൊസൈറ്റി ഓഫീസിലാണ് പോലീസിന്റെ പരിശോധന നടത്തിയത്. സീഡ് സൊസൈറ്റി നൽകിയ പരാതിയിൽ അനന്തുകൃഷ്ണൻ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത്. 2.96 കോടിയാണ് സൊസൈറ്റി അംഗങ്ങളിൽ നിന്ന് തട്ടിയെടുത്തത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഇപ്പോൾ പരിശോധന തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് കണ്ണൂർ ടൗൺ പോലീസ് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ സൊസൈറ്റിയുടെ ഓഫീസിൽ പരിശോധന നടത്തിയത്. സീഡ് സൊസൈറ്റി നൽകിയ പരാതിയിൽ അനന്തുകൃഷ്ണൻ ഉൾപ്പെടെ 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മോഹൻ എന്ന ഒരാളാണ് ഈ പരാതി നൽകിയത്. അയാളാണ് സീഡിന്റെ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ്. പക്ഷേ ഇയാൾക്കെതിരെ വലിയ തോതിലുള്ള ആക്ഷേപം ഇന്ന് വിവിധ തലങ്ങളിൽ നിന്നെത്തിയ സ്ത്രീകളടക്കമുള്ള ആളുകൾ കമ്മീഷണർക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു. ഇയാളാണ് പ്രധാനമായും ആളുകളെ ചേർത്തതെന്നും ഇവരുടെ വാക്ക് വിശ്വസിച്ചാണ് ഈ തട്ടിപ്പിൽ പെട്ടുപോയതെന്നുമാണ് സ്ത്രീകൾ നൽകിയിട്ടുള്ള മൊഴി. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇയാൾ പരാതി നൽകി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് ഈ സ്ത്രീകൾ കമ്മീഷണറെ നേരിൽ കണ്ടു നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ സീഡ് സൊസൈറ്റിയുടെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തിയത്. 2.96 കോടി രൂപയാണ് ഈ കണ്ണൂരിലെ ഈ സീഡ് സൊസൈറ്റി മുഖാന്തരം വിവിധ ആളുകളിൽ നിന്നായി പിരിച്ചെടുത്തത്. എന്തായാലും ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റിന്റെ പരാതിയിലാണ് ലാലി വിൻസെന്റ് അടക്കം 7 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഈ സൊസൈറ്റിയുടെ ഓഫീസിൽ പരിശോധന നടത്തുകയും ലാപ്ടോപ്പ് അടക്കമുള്ള രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്.